മക്കളെ, ഇന്നത്തെ വീഡിയോ എടുക്കേണ്ട ആവേശത്തിൽ ഇത് സാമാനം പിടിച്ച് വലിച്ചു കൊടുത്തു, എല്ലാം കൂടെ പൊളന്ന് കയ്യിൽ വന്നു. എന്ത് ചെയ്യാൻ പറ്റും, സമയദോഷം അല്ലാതെ എന്ത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആടും, നിങ്ങൾ അത് കണ്ടൊന്നും വിചാരിക്കരുത്. ഓക്കെ. പിന്നെ ഗോട്ട് പടം എങ്ങനെ ഉണ്ട്, കൊള്ളാവൂ? വിജയ് 4-5 ഗെറ്റപ്പിലൊക്കെ ഉണ്ടെന്ന് പറയണേട്ട് ഉള്ളത് തന്നെ. പേടിച്ച് മയന്നിട്ടുണ്ടല്ലോ, മൂത്രം പോയി. മൂത്രം നോക്കിയെന്ന് കാണിച്ചു നോക്കിയത്, പേടിച്ചിട്ട് മൂത്രം പോയ സിനിമയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, മേക്കിംഗ് ഒക്കെ അടിപൊളി, BGM പക്കയാണ്. പടം എല്ലാരും ഒന്ന് കാണാൻ വിജയിപ്പിക്കണം കേട്ടോ. എടാ, നീ ഗോട്ട് തന്നെയല്ലേ കണ്ടത്? അതുപോലെ പ്രേതപ്പടത്തിനാ കയറി പോയത്, പേടിച്ചു മുള്ളിന്ന്. ഇങ്ങനത്തെ ഇച്ചിമുള്ളികളൊന്നും തിയേറ്ററിൽ കയറ്റാതിരിക്കണം നല്ലത്. ഇനി ഇവന് ശേഷം ആ സീറ്റിൽ വന്നിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഒഴുത്ത് നാറ് അവിടെ ഇരുന്ന്. ചേട്ടൻ വല്ല റൊമാന്റിക് പടത്തിനും പോകാതെ നന്നായി. അപ്പൊ ഗോട്ട് കണ്ടോ ഇല്ല എന്ന് കമന്റ് ഇട്ടോ. കുതിരയുടെ സൗണ്ടൊക്കെ കേൾക്കണം. കുതിരപ്പുറത്ത് തന്നെയാ എന്താ പോണത്. ഞാനിത് രണ്ടുമല്ല ഉദ്ദേശിച്ചത്. എടാ, വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലേ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് കാണട്ടാ. നിങ്ങൾ ലൈക്ക് അടിച്ചാലേ ഒരു 4 ആളിലേക്ക് റെക്കമെൻഡ് പോകുള്ളൂ, അതുകൊണ്ടാണ് കേട്ടാ. പുലിയുടെ അടുത്താണ് കളി. വേറെവിടെയും പിടിക്കാൻ കിട്ടിയില്ല, പുലിയുടെ കൊട്ട തന്നെ പിടിക്കണം. അത് ഉറങ്ങിടാ. അതുപോലെ കടുവ ആക്രമിക്കാൻ വന്ന അതിന്റെ തൊട്ടാ മതി, ഉറങ്ങും. വലിയത് ഗുളം, നല്ല ഐഡിയ. നമ്മൾ ഏറെ ആയില്ലെങ്കിൽ അത് തന്നെ പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തോന്നാ കാണിച്ച? എരുമയാണ എഴുതിയിരിക്കണത് മനസ്സിലാവണില്ലല്ലേ. നീ എന്റെ മൂലത്തിൽ കിസ് അടിച്ചാലേ പാല് കൊടുക്കോളാം എന്തോ. അങ്ങനത്തെ പോലെ സെറ്റപ്പാണ്. ഓരോരോ ആചാരങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. മൂലത്തിൽ കിസ് അടിച്ച് പാല് ഇറക്കുക. നീ എന്തൊക്കെ കാണാൻ കിടക്കണ എന്തെന്റെ വടച്ചാനെ. ഇനി ആരും സൂപ്പർമാൻ നിക്കർ ഇടണത് കണ്ടില്ലെന്ന് പറയരുത്. വീണ്ടും ഐ ഹേറ്റ് മൈ മൈൻഡ്. ആ പെണ്ണുമ്പിള്ളയുടെ വയറായിരുന്നടാ. എടാ, നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ ഇങ്ങനത്തെ റീൽ എടുത്തോണ്ട് പറഞ്ഞതിന്. 5-6 ഇതുപോലത്തെ വീഡിയോ ചേർത്ത് കണ്ടതാണ്. പിന്നെ എല്ലാം പറഞ്ഞത് ഇതുപോലത്തെ ഐറ്റംസ് ആണ്. പിന്നെ ഇതൊക്കെ എല്ലാം എടുത്തോണ്ട് വരാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടാ. ക്ഷമിച്ചോളാ. എന്തോടാ അളവെടുക്കണാടാ? ഇതൊക്കെ ഇവിടത്തെ ആചാരോടാ. ഇതൊക്കെ കണ്ടിട്ടൊരു കല്യാണ സെറ്റപ്പ് ആയിട്ട് തോന്നില്ലേ നിങ്ങൾക്ക്? കല്യാണമാണെന്ന് തോന്നണം കേട്ടോ. എന്തായാലും നല്ല ആചാരമായി പോയി. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചത് കേരളത്തിലും വരാൻ ചാൻസ് ഇല്ലാതില്ല. കാരണം പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമാണ് ഒരു കല്യാണം എന്ന് പറയുന്നത്. തലയ്ക്കും ദിവസവും കല്യാണമായിട്ട് കൂട്ടും. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രൈറ്റ് ബി, മെഹന്തി, തലയ്ക്കും ദിവസം, കല്യാണം, റിസപ്ഷൻ, പിന്നെ ഏതൊക്കെ ഞങ്ങൾ അങ്ങനെ കിടക്കയില്ല ദിവസങ്ങള്. ഹൈ ബർത്ത്ഡേ, ഹാപ്പി ഫാദേഴ്സ് ഡേ. For Father's Day, just to show y'all her appreciation. What the f? അട കത്താത്തവരൊന്നുകൂടെ അടിച്ച് കാണുക കേട്ടാ. അതൊന്നുകൂടെ കാണിക്കാൻ എനിക്ക് വയ്യ. സംഭവം അതാണെങ്കിൽ അതിനകത്തൊരു മെഴുകുതിരി കുത്തിക്കയറ്റി വെച്ചിരിക്കണടാ. വന്ന് ചാനൽ 80+ കണ്ടന്റ് ആയെന്നൊരു ഡൗട്ട്. എടാ, രോമം വെച്ചാടാ അവൻ കുടിക്കണ. ഉടായിപ്പായി. ബെസ്റ്റ് കപ്പ് ഓഫ് ദ ഇയർ. എനിക്ക് തോന്നില്ല അവൻ അത് ആ രോമം വെച്ചാണ് കുടിച്ചത്. കാരണം ആ രോമം മുക്കിയെടുത്ത് അത് ഒരു തുള്ളി പോലും അതിൽ കിട്ടൂല. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നണം? കമന്റ് ചെയ്യട്ടാ. മിക്കവാറും ഉടായിപ്പായിരിക്കും. ഇതാണ് ടാലന്റ്. വയറ്റിയിട്ട് കറക്കാനുള്ളത് മൂലത്തിയിട്ട് കറക്കണം. ഞാൻ കളിയാക്കാൻ പറയണല്ല കേട്ടാ, അതൊരു ടാലന്റ് അല്ലേ. കൊള്ളാം മോളെ, വിജയിച്ചു വാ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ് അടിക്കാത്തവർക്ക് സബ് അടിക്കുക, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്തവർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.